കോൺഗ്രസിനുള്ളിൽ വി.ഡി. സതീശനും കെ.എസ്.യുവും തമ്മിൽ തല്ലുകൂടുന്നുവെന്ന് പറഞ്ഞ് ആഘോഷിക്കുന്ന ഇടതുപക്ഷത്തിന് കിട്ടിയ ഒന്നാന്തരം എട്ടിന്റെ പണി. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് ചർച്ചയാക്കി ശ്രദ്ധ തിരിക്കാൻ നോക്കിയവർക്ക് പിണറായി വിജയന്റെ മൗനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ മറുപടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കെ.എസ്.യുവിനെ പരസ്യമായി അപമാനിച്ചുവെന്നും ഇല്ലെന്നും പറഞ്ഞ് കോൺഗ്രസിനുള്ളിൽ തന്നെ പോര് കനക്കുകയാണ്. കെ.എസ്.യു ചിന്തിയ ചോരയും വിയർപ്പുമാണ് ഈ സർക്കാരിനെ സൃഷ്ടിച്ചതെന്ന കാര്യം മറക്കരുത് എന്ന പ്രഖ്യാപനവുമായി കൂടുതൽ നേതാക്കൾ രംഗത്തു വന്നു. എന്നാൽ അനാവശ്യ വിവാദമുണ്ടാക്കി യുവാക്കളെ ഇറക്കിവിടുന്നതിനു പിന്നിൽ ഗ്രൂപ്പ് താൽപര്യമാണെന്നാണ് വി.ഡി. സതീശൻ പക്ഷത്തിന്റെ അഭിപ്രായം. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ പരാതി ഉന്നയിച്ചതിന്റെ പേരിൽ കെ.എസ്.യുവിനെ പരിഹസിച്ചുവെന്നും പിന്നാലെ കെ.എസ്.യു പ്രസിഡന്റിന് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നിഷേധിക്കുകയും ചെയ്തതോടെ മുഖ്യമന്ത്രിയുടെ സമീപനത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. പൊതുപരിപാടിയിൽ വെച്ച് കെ.എസ്.യു പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിനെ ഗൗനിക്കാതെ മുഖ്യമന്ത്രി പോയതും വലിയ ചർച്ചയായി. ഇക്കാര്യത്തിൽ കെ.പി.സി.സി അധ്യക്ഷനോട് അലോഷ്യസ് പരാതി അറിയിച്ചു. പ്രശ്നം സങ്കീർണമായതോടെ കെ.എസ്.യു പ്രസിഡന്റിന് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നിഷേധിച്ചിട്ടില്ലെന്ന വിശദീകരണവുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസും രംഗത്തെത്തിയിരുന്നു. ഈ വിഷയം ചർച്ചയായതോടെ കോൺഗ്രസ് നേതാക്കൾ പക്ഷം പിടിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ സമീപനം ശരിയായില്ലെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായം. നിയമസഭയിൽ വി.ഡി. സതീശനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഷ്ടപ്പെടുന്ന പ്രതിപക്ഷത്തെ നമ്മൾ എല്ലാവരും കണ്ടതാണ്. വി.ഡി. സതീശനെതിരെ ഓരോ ആരോപണങ്ങൾ പുറത്തു കൊണ്ടുവരാൻ പ്രതിപക്ഷ നേതാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെയെല്ലാം മുനയൊടിച്ച് ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാരെ വരെ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലുള്ള തകർപ്പൻ പ്രകടനമാണ് അദ്ദേഹം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശനു മുൻപിൽ യാതൊരുവിധ ആരോപണങ്ങളും ഉന്നയിക്കാൻ കഴിയാതെ വിഷമിച്ചു നിൽക്കുന്ന പ്രതിപക്ഷത്തിന് കിട്ടിയ ഒരവസരം കൂടിയായി മാറി കോൺഗ്രസിനുള്ളിൽ ഈ ചേരിതിരിഞ്ഞുള്ള കലഹം. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പോരാടുകയും ഒടുവിൽ അത് കിട്ടാതെ വരികയും ചെയ്യുമ്പോഴുള്ള അമർഷമാണ് ഇതിന് പിന്നിലുള്ളതെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ന്യായീകരിക്കുന്നു. അതേസമയം കോൺഗ്രസിനുള്ളിൽ തന്നെ കെ.സി. വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ് രൂപപ്പെട്ടിട്ടുണ്ടെന്നും അവരുടെ ലക്ഷ്യം വി.ഡി. സതീശനാണെന്നും മറ്റൊരു വിഭാഗം പറഞ്ഞുവെക്കുന്നു. എന്തായാലും കോൺഗ്രസിനുള്ളിലെ ഈ ചേരിതിരിവ് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനും നേതാക്കളെ തമ്മിലടിപ്പിക്കാനുമുള്ള പരമാവധി ശ്രമങ്ങൾ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇടതുപക്ഷത്തിലെ മുതിർന്ന നേതാക്കളെക്കാൾ കൂടുതൽ ഇടതുപക്ഷ പിന്തുണ കാണിക്കുന്ന ചില മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരുമാണ് അവർക്കു വേണ്ടി ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. അങ്ങനെ കോൺഗ്രസ് പാർട്ടി ചെറിയ രീതിയിലുള്ള സമ്മർദ്ദം നേരിടുകയും പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോവുകയും ചെയ്യുന്ന സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കോൺഗ്രസിന് അനുകൂല നിലപാടുമായി രംഗത്ത് വന്നിരിക്കുന്നത്. നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമല്ല. രാഹുലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചത് ഇന്നത്തെ മുഖ്യമന്ത്രി വി.ഡി. സതീശനാണെന്നുള്ള വാർത്തകൾ പരന്നിരുന്നു. വി.ഡി. സതീശന്റെ കർക്കശമായ ഇടപെടലുകൾ കാരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ച് പാർട്ടിയിലേക്ക് വരാത്തത് എന്ന ചർച്ചയും കോൺഗ്രസിനുള്ളിൽ തന്നെയുണ്ട്. അങ്ങനെയിരിക്കെ കോൺഗ്രസിനുള്ളിൽ തന്നെ ഇങ്ങനെയൊരു ചേരിതിരിവ് ഉണ്ടാകുന്ന സമയത്ത് വേണമെങ്കിൽ വി.ഡി. സതീശനെ കടന്നാക്രമിക്കാൻ രാഹുലിന് കഴിയുമായിരുന്നു. എന്നാൽ കോൺഗ്രസിനെ ചേർത്ത് പിടിക്കുകയും ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കുകയും അവരുടെ വായടപ്പിക്കുന്ന രീതിയിലുള്ള മറുപടി നൽകുകയുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത്. എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും സ്ഥാനമാനങ്ങൾ പാർട്ടിയിൽ ലഭിക്കാതിരുന്നാലും കോൺഗ്രസ് എന്ന പാർട്ടിയുടെ കൂടെ സഞ്ചരിക്കുക എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ശൈലി. കോൺഗ്രസിനെയും കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങളെ പറ്റിയും ഓർത്ത് ഇടതുപക്ഷം വ്യാകുലരാകേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയനെയും മകൾ വീണ വിജയനെയും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കടന്നാക്രമിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ: കോൺഗ്രസും കോൺഗ്രസിന്റെ പോഷക സംഘടനകളും സർക്കാരും തമ്മിലുള്ള ബന്ധത്തിന്റെ ഊഷ്മളതയെപ്പറ്റിയും ഇഴയടുപ്പത്തെപ്പറ്റിയുമൊക്കെ ഉപദേശിക്കാനായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന അന്തം കമ്മികളോടും കമ്മി മാധ്യമപ്രവർത്തകരോടുമായി പറയട്ടെ, ഈ ചിത്രത്തിൽ കാണുന്ന തിരുവനന്തപുരം ജില്ലയിലെ പാർട്ടി ഗുണ്ടയടക്കമുള്ള 10-20 എണ്ണം കഴിഞ്ഞ 46 ദിവസമായി ജയിലിലാണ്. വിജയന്റെ പാർട്ടി മെമ്പർ പോലുമല്ലാത്ത മകൾ ഒരു വിവാദ വ്യവസായിയുടെ കയ്യിൽ നിന്ന് അവിഹിതമായി പണം കൈപ്പറ്റിയതിന് ഇ.ഡി. ചോദ്യം ചെയ്യാൻ വന്നപ്പോൾ ഇഷ്ടിക എറിഞ്ഞ് ഇ.ഡി. ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് ഇവർ ജയിലിൽ കഴിയുന്നത്. ഈ വ്യവസായി അടക്കമുള്ള പലരിൽ നിന്നും ഇഷ്ടം പോലെ പണം സമ്പാദിച്ച വീണ നല്ല ഭക്ഷണവും വിശ്രമവുമൊക്കെയായി സുഖജീവിതം നയിക്കുമ്പോൾ ജയിലിലെ ഭക്ഷണം കഴിക്കേണ്ടി വരികയാണ് പാർട്ടി പ്രവർത്തകർക്ക്.
എന്തിനു വേണ്ടിയാണ് ജയിലിൽ പോയതെന്ന് പോലും ഈ അക്രമിക്കൂട്ടത്തിന് ഇതുവരെ മനസ്സിലായിട്ടില്ല. പാർട്ടി ബന്ധത്തിന്റെ ഊഷ്മളതയെപ്പറ്റി ക്ലാസ് എടുക്കുന്ന ഈ മഹാത്മാക്കളോട് ചോദിക്കട്ടെ, വിജയന്റെ മോളുടെ പേരിൽ ജയിലിൽ പോയ ഈ പാർട്ടി പ്രവർത്തകരെ ഇതുവരെ ജയിലിൽ പോയി കാണാൻ പോളിറ്റ് ബ്യൂറോ മെമ്പറായ വിജയൻ തയ്യാറായിട്ടുണ്ടോ? വിജയന്റെ കീഴ്വായുവിന് വരെ വിളി കേൾക്കുന്ന ഗോവിന്ദൻ ഇതുവരെ ഇവരെ കാണാൻ പോയിട്ടുണ്ടോ? ഏതെങ്കിലും പ്രധാനപ്പെട്ട CPM നേതാക്കന്മാർ ഇവരെ കാണാൻ ഇതുവരെ പോയിട്ടുണ്ടോ? ആളെ കൊല്ലാൻ പറഞ്ഞു വിട്ടിട്ട് ജയിലിൽ കിടക്കുന്നവരെ തിരിഞ്ഞു നോക്കാത്ത നിങ്ങൾ ഞങ്ങളെ എന്തായാലും ഉപദേശിക്കാൻ വരേണ്ട. ഈ ഉപദേശിക്കാൻ വരുന്ന ആളുകളോട് ഒരു കാര്യം പറയാനുണ്ട്. വർമ്മ സാറേ, അല്ലേ വേണ്ട, പോയി വിജയൻ മുതലാളിയോട് പറഞ്ഞു കൊടുത്താൽ മതിയാകും ഈ ഉപദേശമൊക്കെ. നിമിഷ നേരം കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലായത്. എന്നാൽ ജയിലിൽ കിടക്കുന്നവരെ ആരും സന്ദർശിച്ചിട്ടില്ലെന്ന് രാഹുൽ പറഞ്ഞത് തെറ്റാണെന്ന് ഇതിനകം വ്യക്തമായിട്ടുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, KK ശൈലജ, P ജയരാജൻ, M സ്വരാജ് എന്നിവർ ജയിലിലെത്തി ഇവരെ സന്ദർശിച്ചിരുന്നു. എന്നിരുന്നാലും പിണറായി വിജയൻ ഇവരെ സന്ദർശിക്കാത്തതിൽ പാർട്ടി കുടുംബങ്ങൾക്ക് വലിയ അതൃപ്തിയുണ്ട്. ഇക്കാര്യം അവർ ജില്ലാ നേതാക്കളെ അറിയിച്ചിട്ടുമുണ്ട്. തലസ്ഥാനത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ജയിലിലുള്ള CPM അണികളെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിക്കാത്തത് പാർട്ടി അണികൾക്കിടയിലും നേതാക്കൾക്കിടയിലും വീണ്ടും ചർച്ചയാകാൻ രാഹുലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കാരണമായി. മകളുടെ കേസ് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണെന്ന് ആരോപിച്ചായിരുന്നു EDക്കെതിരായ ആക്രമണം. മെയ് 28-ന് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് അതിരാവിലെ ED എത്തിയിരുന്നു. എക്സാലോജിക് CMRL കേസിൽ മകൾ വീണയെ ചോദ്യം ചെയ്യാനായിരുന്നു അവർ എത്തിയത്. പരിശോധനയ്ക്ക് ശേഷം വൈകിട്ട് മടങ്ങവേ വീടിന് പുറത്തെ റോഡിൽ വെച്ച് CPM അണികൾ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു. കമ്പുകൊണ്ടും വടികൊണ്ടും ആക്രമിക്കുകയും മുട്ടയെറിയുകയും ചെയ്ത പ്രവർത്തകരിൽ പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി IP ബിനു ഉൾപ്പെടെ 25 പേർ അറസ്റ്റിലായി. ഒരാൾക്ക് ജാമ്യം കിട്ടിയെങ്കിലും 24 പേർ 40 ദിവസമായിട്ടും ജയിലിലാണ്. ED കൂടി കേസിൽ കക്ഷി ചേരുന്നതുകൊണ്ട് ജാമ്യം എപ്പോൾ കിട്ടുമെന്നതിൽ അഭിഭാഷകർക്ക് പോലും വ്യക്തതയില്ല. ഇത്രയും കാലമായിട്ടും സ്വന്തം മകൾക്ക് വേണ്ടി EDയെ ആക്രമിച്ച സാധാരണ പ്രവർത്തകരെ കാണാൻ പിണറായി വിജയൻ തയ്യാറായിട്ടില്ല എന്നത് പാർട്ടി അണികളിലും അവരുടെ കുടുംബങ്ങളിലും വലിയ അമർഷം നിറയ്ക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. ഈ വസ്തുതയാണ് രാഹുൽ ചൂണ്ടിക്കാണിച്ചത്. കോൺഗ്രസിനുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങളെയും ഗ്രൂപ്പ് താൽപര്യങ്ങളെയും ആയുധമാക്കി പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് എന്നത് വ്യക്തമാണ്. എന്നാൽ പാർട്ടിക്കുള്ളിൽ നിൽക്കുന്നവർ തമ്മിലുള്ള അസ്വാരസ്യങ്ങളെക്കാൾ വലിയൊരു പ്രതിസന്ധി ഇടതുപക്ഷം നേരിടുന്നുണ്ട് എന്ന വസ്തുതയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഇടപെടലിലൂടെ വീണ്ടും ചർച്ചയാകുന്നത്. സ്വന്തം മകൾക്ക് വേണ്ടി ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ഇറങ്ങിയ പ്രവർത്തകർ ജയിലിൽ കിടക്കുമ്പോൾ അവരെ തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാകാത്ത പിണറായി വിജയന്റെ മൗനം പാർട്ടി അണികൾക്കിടയിൽ വലിയ അതൃപ്തിയാണ് പടർത്തുന്നത്. കോൺഗ്രസിനെ ഉപദേശിക്കാൻ ഇറങ്ങുന്നതിന് മുൻപ് സ്വന്തം പാർട്ടിയുടെ അണികളോടുള്ള ഈ അവഗണനയ്ക്ക് പിണറായി വിജയൻ മറുപടി പറയേണ്ടതുണ്ട്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഈ സോഷ്യൽ മീഡിയ പോസ്റ്റ് കോൺഗ്രസിനുള്ളിലെ ചേരിതിരിവ് ചർച്ചയാക്കിയ ഇടതുപക്ഷത്തിന് തന്നെ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വിശകലനങ്ങൾക്കും വീഡിയോകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.